ഇപ്പോൾ ഫോൾഡബിൾ ഫോൺസിൻ്റെ കാര്യത്തിൽ ടോപ്പിൽ നിൽക്കുന്നത് സാംസങ് എന്നുള്ള ബ്രാൻഡാണ്. അവരുടെ സാംസങ് Z Flip 5 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺ ആയിരിക്കും. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഉള്ളിൽ 6.7 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഫുൾ HD റെസൊല്യൂഷനിലായിരിക്കും ഈ ഡിസ്പ്ലേ വരിക. പിന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പുറത്തും ഒരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പുറത്ത് 3.4 ഇഞ്ചിൻ്റെ HD റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിലും AMOLED ഡിസ്പ്ലേ തന്നെയായിരിക്കും വരിക. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണോ അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണോ വരിക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. മുമ്പുള്ള ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസിലൊക്കെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിമും വരും. IP58 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മുമ്പുള്ള ഫോൾഡബിൾ ഫോൺസിൽ IPX8 റേറ്റിംഗ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എക്സ്ട്രാ ആയിട്ട് ഡസ്റ്റ് റെസിസ്റ്റൻസും കൂടി ഈ ഒരു പുതിയ ഫോണിലോട്ട് വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഈ ഫോണിൽ 8 GB റാം ആയിരിക്കും വരിക. ഈ ഫോണിൻ്റെ 128 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm മോഡിയോ ജാക്കും ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 12 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 12 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിൻ്റെ അതല്ലാന്നുണ്ടെങ്കിൽ 10 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ബാക്കിൽ ചെറിയൊരു സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ കഴിയേണ്ടതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3700 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. പക്ഷേ ജൂലൈ ലാസ്റ്റിൽ ലോഞ്ച് നടക്കും എന്നുള്ള കാര്യം സാംസങ് കൺഫേം ചെയ്തിട്ടുണ്ട്. ജൂലൈ 26 അല്ലാന്നുണ്ടെങ്കിൽ 27 ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില $999 ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 82,400 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 82,400 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും സാംസങ്ങിൻ്റെ Z Flip 5 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ ഒരു 80,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.